وعن أنس رضي الله عنه عن رسول الله صلى الله عليه وسلم قال يتبع الميت ثلاثة أكله وماله وعمله فيرجع اثنان ويبقى واحد يرجع أهله وماله ويبقى عمله متفق عليه. മഹാനായ അനസ് മാലിക് റളിയല്ലാഹു അൻഹു അവിടുന്ന് റിപ്പോർട്ട് ചെയ്യുന്നു, തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, യതുബുൽ മയ്യിത്ത സലാസു, ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ എന്തായാലും നമ്മളൊക്കെ ആത്മാവ് നമ്മളിൽ നിന്നങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ പേര് തന്നെ മാറി മയ്യിത്ത്, ശവം എന്നായി. അതുവരെയും നമ്മൾ വലിയ തലക്കനം കാണിച്ച് ഞാൻ ഏതോ കൊമ്പത്താളാണ്, ഞാൻ കഴിഞ്ഞേ ഉള്ളു, വേറെ ആരും എന്ന വലിയ തലക്കനത്തിൽ ഇങ്ങനെ നടക്കും നമ്മളെല്ലാവരും. അപ്പോ ആത്മാവ് പോയി കഴിഞ്ഞാൽ പിന്നീട് ആരും അദ്ദേഹത്തെ സാറെന്ന് വിളിക്കാറില്ല, അദ്ദേഹത്തെ വലിയ ബഹുമതികൾ പറഞ്ഞ് പറയാറില്ല. പിന്നീട് പറയുന്നത് മയ്യത്ത്, ശവം, ബോഡി. അല്ലാഹു നമുക്കൊക്കെ കാമിലായ ഈമാനുള്ള ഒരു മരണം തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു, അയാളുടെ പണി തീർന്നു. വലിയ കോടീശ്വരനാണ് എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല. മരണത്തോടുകൂടി എല്ലാം അവസാനിച്ചു. ഇനി ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം 3 കാര്യങ്ങൾ അവന്റെ മയ്യത്തിന്റെ കൂടെ പോകും. വീട്ടിൽ നിന്ന് കെട്ടിപ്പൊതിഞ്ഞ് സന്തോക്ക് കട്ടിൽ മയ്യത്തെടുത്തു വെച്ച് ആളുകളെല്ലാം തോളിലേറ്റി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരികയാണ്. എവിടത്തേക്ക്? പള്ളിക്കാട്ടിന്റെ ആഴങ്ങളിലേക്ക്. പള്ളിക്കാട്ടിൽ നിനക്ക് നിർണയിക്കപ്പെട്ട ഒരു ഭീകരമായ കുഴിയിലേക്ക് നിന്നെ കൊണ്ടുപോവുക. നിന്നെ ഇനി ആർക്കും വേണ്ട. ഒരു വീട്ടിലും പറഞ്ഞിട്ടില്ല അപ്പച്ചിയെ കൊണ്ടുപോകല്ലേ, അല്ലെ ഉമ്മച്ചിയെ കൊണ്ടുപോകല്ലേ, എന്റെ കെട്ടിയവനെ കൊണ്ടുപോകല്ലേ, ഞാനൊന്ന് കണ്ടോട്ടെ, കുറച്ചു നാൾ ഇവിടുന്ന് കിടന്നോട്ടെ. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പറയില്ല. കാര്യം ഇത് മരിച്ചു കഴിഞ്ഞാൽ പിന്നീട് അടുത്ത ചോദ്യം, ഇന്നാള് മരിച്ചുപോയി, ഇപ്പൊ മരിച്ചു, അത് രാവിലെ ആള് മരിച്ചു. അടുത്ത ചോദ്യം ഏതായിരിക്കും? എപ്പം കുഴിച്ചിടുന്നു? അടുത്ത ചോദ്യം എപ്പോഴാണ് ഇനി കുഴിച്ചിടുന്നത്? എപ്പോഴാണ് കൊണ്ടുപോയി ഭൂമിദാനം ചെയ്യുന്നത്? അടുത്ത ചോദ്യം അതാ. അവിടെ രണ്ടാമത് വേറൊരു ചിന്തയില്ല, മരിച്ചുപോയി, എപ്പോഴാണ് ഇയാളെ അടക്കുന്നത്? ഇങ്ങനെ ചോദിക്കുക. ഇത്രയും ദുർബലരാണ് ഈ മനുഷ്യന്മാരാകുന്നത് നമ്മള്. അതുകൊണ്ട് അല്ലാഹുവിന്റെ തിരുദൂതർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചു തരികയാണ്. 3 കാര്യങ്ങൾ മയ്യത്ത് വീട്ടിൽ നിന്ന് പൊതിഞ്ഞ് എടുക്കുമ്പോൾ 3 കാര്യങ്ങൾ ആ മയ്യത്തിനെ പിന്തുടരും. ഒന്നാമതായി അല്ലാഹുവിന്റെ തിരുദൂതർ പറഞ്ഞു, മമാലുഹു അഹ്ലുഹു, മയ്യത്തിന്റെ അവകാശികൾ, അവന്റെ കുടുംബക്കാർ. മയ്യത്തിന്റെ കൂടെ എല്ലാവരും ഇന്നാള് മരിച്ചുപോയി, എന്നാലും ഞാനിക്ക് പോകാൻ ബാധ്യതയുള്ളതാണ് എന്ന് പറഞ്ഞ് എല്ലാവരും മയ്യത്തിന്റെ കൂടെ ഒരു പക്ഷേ പള്ളിയിൽ, ചിലർ പള്ളിയുടെ മുറ്റം വരെ വരും, ചിലർ വന്നാലും നിസ്കരിക്കാതെ അവിടെ ഇവിടെ കറങ്ങി ഇങ്ങനെ പള്ളിയിലോട്ട് കയറാൻ എന്തോ പേടി പോലെ. എത്ര ആളുകൾ നമ്മൾ കണ്ടേക്കും. എന്നിട്ട് എന്ത് ചെയ്യാം? ചിലർ നിസ്കരിക്കും, ബഹുഭൂരിപക്ഷം ആളുകൾ നിസ്കരിക്കും. എന്നിട്ടോ പിന്നീട് അവർ കൊണ്ടുപോയി കബറടക്കും. പിന്നീട് ആ മയ്യത്തിൻ്റെ കൂടെ വന്നത് അഹിലുഹു, തൻ്റെ കുടുംബക്കാരും, മാലുഹു, തൻ്റെ മുതൽ സമ്പത്തും ഒരുപക്ഷെ തൻ്റെ കൂടെ എവിടം വരെ വരും? പള്ളിക്കാടിൽ വരും, അല്ലെങ്കിൽ പള്ളിയുടെ ഫ്രണ്ടിലുള്ള റോഡ് വരെ വരും. അവൻ്റെ കാറുകൾ, അവനുപയോഗിച്ച് അവൻ്റെ മുന്തിയ വാഹനങ്ങൾ, അത് ചിലപ്പോൾ പള്ളിയുടെ ഫ്രണ്ട് വരെ വരും. പിന്നീടോ അമലുഹു, അവൻ്റെ കൂടെ വരുന്ന 3-ാമത്തെ ആള് ഏതാണ്? അവന്റെ കർമ്മ പ്രവർത്തിക്കാൻ, അവൻ ചെയ്തു വെച്ച കർമ്മങ്ങളാണ്. എന്നിട്ട് റസൂലുള്ളാഹി പറയുകയാണ്, ഇസ്നാനി, 2 പേര് 3 പേരാണ് കൂടെ വന്നത്, 2 പേരങ്ങ് മടങ്ങിപ്പോയി. ഇസ്നാനി, 2 പേര് പെട്ടെന്ന് എങ്ങനെയെങ്കിലും ഒന്ന് നിസ്കരിച്ച് പെട്ടെന്ന് കുഴിച്ചിടണമെന്ന് പറഞ്ഞ ആളുകൾ നിൽക്കുന്നു. അവിടെ കാണാൻ സ്ലോബിൽ മണ്ണ് നീക്കിയിടിയാൽ ഞാൻ പറഞ്ഞു, ഇങ്ങനെയാണല്ലോ മണ്ണ് നീക്കിയിടുന്നത്, ഇങ്ങോട്ട് പെട്ടെന്ന് പോണം, ഇത് കുഴിച്ചിട്ടിട്ട് പെട്ടെന്ന് പോണം.
ഇങ്ങനെയാണ് നമ്മൾ കണ്ടുവരാറുള്ളത്. അപ്പോൾ അള്ളാഹുവിന്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇർജിഇനാനി, 3 പേര് വന്നത് 2 പേര് മടങ്ങിപ്പോകും. ഒരാൾ മാത്രം നിന്റെ കൂടെ കൂട്ടുകാരനായി സന്തോഷിപ്പിക്കാൻ നീ അത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ കൂടെ ഖബറിന്റെ ഉള്ളിൽ, ആ ഖബറിലോട്ട് പള്ളിയിൽ നിസ്കാരവും കഴിഞ്ഞ് മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ആ മയ്യത്തിന് എന്തൊരു ആകുലതയും വിഷമാണെന്ന് അറിയാവോ? കാര്യം എന്താ? എൻ്റെ അവസാനത്തെ യാത്ര, ഒരിക്കലും ഇനി ദുനിയാവിൽ ഞാനില്ല. ദുനിയാവിന്റെ വെട്ടം അടയുകയാണ് എനിക്ക്. ഇനി ദുനിയാവിൽ ഞാനില്ല. എന്നെ ഇപ്പോൾ അടുത്ത ദിവസങ്ങളിൽ എന്നെ ഇവിടെ മറക്കപ്പെടും, വിസ്മരിക്കപ്പെടും. പിന്നെ എന്നെ കുറിച്ച് ആരും ചിന്തിക്കാനില്ല. അള്ളാഹുവിന്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അവിടെ 2 പേര് മടങ്ങുകയാണ്. ആരൊക്കെയാ മടങ്ങുന്നത്? അഹ്ലുഹു വ മാലുഹു. അഹ്ലുഹു വ മാലുഹു. ആരൊക്കെയാ മടങ്ങുന്നത്? അഹ്ലും തന്റെ സമ്പത്തും മടങ്ങിപ്പോകുന്നു. കൊണ്ടുവന്ന് അടങ്ങിയിട്ട് അവന്റെ ബന്ധുക്കൾ ആരും ഇവിടെ നിൽക്കുന്നില്ല. ആരും കൂടെ ഒന്ന് കബറിൽ പോയില്ല. ആരും കൂടെ കബറിലോട്ട് അവന് കൂട്ടായിട്ട് പോയില്ല. അവന്റെ മക്കളുമാരെല്ലാം ഉണ്ട്, അവന്റെ ചെറുമക്കളുണ്ട്, ആരും പോയില്ല. അവരെല്ലാം മടങ്ങിപ്പോയി. അപ്പൊ മാലുഹു, അവന്റെ മുതലും മടങ്ങിപ്പോയി. അമലുഹു, അവൻ ചെയ്തു വെച്ച നല്ല കർമ്മങ്ങൾ മാത്രം കബറിൽ അവർക്ക് തുണയായിട്ട് സന്തോഷത്തിലുണ്ടാകും. അവന്റെ നിസ്കാരം അവനൊരു പ്രൊട്ടക്റ്റായിട്ട് കബറിൽ ഇങ്ങനെ നിൽക്കും. അതേപോലെ അവൻ ഊതിയ ഖുർആൻ പാരായണം അവനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് കബറിൽ ഇങ്ങനെ നിൽക്കും. അവൻ ചെയ്ത ദാനധർമ്മങ്ങൾ അവനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് കബറിൽ നിൽക്കും. അവൻ ജനങ്ങൾക്ക് വേണ്ടി ചെയ്ത സേവനങ്ങളുണ്ടല്ലോ, ജനങ്ങൾക്ക് വേണ്ടി ചെയ്ത ആ സേവനങ്ങൾ അതിങ്ങനെ അവന്റെ കബറിൽ പ്രൊട്ടക്റ്റായിട്ട് നിൽക്കും. ബാക്കിയുള്ള 2 പേരും മടങ്ങിപ്പോകും. എത്ര വിയർപ്പൊഴുക്കി അധ്വാനിച്ചുണ്ടാക്കിയ മുതലാണ്, ഉപകാരപ്പെട്ടില്ല, അത് പോയി. അതേപോലെ എത്ര കഷ്ടപ്പെട്ട് വളർത്തി എൻ്റെ മക്കളെന്ന് പറഞ്ഞ ചിലരൊക്കെയാണ് കുടുംബങ്ങളൊക്കെ, എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ ജീവിക്കുന്നത്, എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ ജീവിക്കുന്നത്. എന്തൊരു അബദ്ധജനിതമായ വർത്താനം അത്. എല്ലാവരും ജീവിക്കുന്നുണ്ട്, എല്ലാവർക്കും മക്കളുണ്ട്. പക്ഷേ മക്കൾക്ക് വേണ്ടി മാത്രം ജീവിച്ചാൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ കുഴിയിൽ കിടക്കുമ്പോൾ ഒരു മോനും ബാപ്പാടെ കൂടെ കബറിലോട്ട് വരുന്നില്ല കേട്ടോ, എത്തില്ല. പക്ഷേ ആ സമയത്തും എനിക്ക് മക്കളുണ്ട്, കച്ചവടമുണ്ട്, ബിസിനസ് ഉണ്ട്, ജോലിയുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷേ എൻ്റെ കബറിന് ഞാൻ ചെയ്തു വെച്ച് എനിക്ക് എന്തെങ്കിലും കിട്ടുകയുള്ളൂ എന്ന ചിന്തയിൽ നിസ്കരിച്ച്, നോമ്പെടുത്ത്, ഖുർആനോദി, നാക്കിനെ സൂക്ഷിച്ച്, നല്ല സാമൂഹിക നല്ല സമൂഹത്തിനൊക്കെ നല്ല സേവനം ചെയ്ത് ആ ഒരു അമലുകളുണ്ടല്ലോ, അത് മാത്രമേ നിന്റെ കൂടെ കബറിൽ നിന്നെ സന്തോഷിപ്പിക്കാൻ ഉണ്ടാവുകയുള്ളൂ എന്ന് മുഹമ്മദ് മുസ്തഫ. എപ്പോഴും ജീവിക്കുമ്പോഴും എപ്പോൾ ജീവിച്ചാലും ഇത് സ്മൃതി പദത്തിൽ നിറഞ്ഞു നിൽക്കണം. ഇത് മനസ്സിൽ നിൽക്കുന്നില്ലെങ്കിൽ നീ വിധി എഴുതിക്കൊള്ളണം, ഞാനൊരു മൂടനാണ്, ആർക്കോ വേണ്ടി എരിഞ്ഞു തീരുന്ന ഒരു തരം മെഴുകുതിരി മാത്രമാണ് ഞാൻ എന്ന് നീ വിധി എഴുതിക്കൊള്ളണമെന്ന് മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അവിടുത്തെ സ്വഹീഹുൽ ബുഖാരിയിലും ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു അവിടുത്തെ സ്വഹീഹ് മുസ്ലിമിലും ഈ ഹദീസ് രേഖപ്പെടുത്തുന്നു. അർഹമുർ റഹീമായ റബ്ബേ, ഈ സാധുവായ